ഓം ശാന്തി. ഏകാഗ്രതയോടെ ഞാൻ സ്വയം ആത്മാവാണെന്ന നിശ്ചയം ചെയ്യുന്നു. ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രത്തിലൂടെ ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഒരു പ്രകാശിക്കുന്ന നക്ഷത്രം, നിരാകാരി ആത്മാവാകുന്നു. നിരാകാരി വദനം, പരമധാമം. ഞാൻ ആത്മാവിന്റെ സ്ഥിരമായ വീടാണ്. ഈ സൃഷ്ടി ഒരു നാടകമാണ്. ഇതിൽ ഞാൻ ആക്ടറാണ്. ഞാൻ ആക്ടറിന്റെ രൂപത്തിൽ ഈ സൃഷ്ടി നാടകത്തിൽ പാർട്ട് അഭിനയിക്കാൻ പരമധാമത്തിൽ നിന്നും താഴെ വന്നിരിക്കുകയാണ്. ശരീരമാകുന്ന വസ്ത്രം ധരിച്ച് ഞാൻ എൻ്റെ റോൾ പ്ലേ ചെയ്യുന്നു. മുഴുവൻ കൽപ്പവും ആക്ടറായി പാർട്ട് അഭിനയിച്ചു. സത്യയുഗത്തിൽ അരകൽപ്പം അപാര സുഖം അനുഭവിച്ചു. ദ്വാപര കലിയുഗത്തിൽ അരകൽപ്പം വളരെയധികം ഭക്തി ചെയ്തു. അനേക അമ്പലങ്ങളുണ്ടാക്കി. പിന്നീട് സതോ പ്രധാന ആത്മാ തമോ പ്രധാനമായി തീർന്നു. ഞാൻ ദുഃഖിയായി. ഇപ്പോൾ സുഖസാഗരൻ, സർവശക്തിവാൻ ശിവബാബ വന്നിരിക്കുകയാണ് എൻ്റെ ക്ഷീണമകറ്റുന്നതിനായി. ഇപ്പോൾ ഈ നാടകം പൂർണ്ണമാവുകയാണ്. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. സൃഷ്ടി നാടകത്തിന്റെ ഈ എപ്പിസോഡ് പൂർണ്ണമാക്കുന്നു. പഴയ ലോകത്തിന്റെ വിനാശം നടക്കണം. ഇപ്പോൾ 5 തത്വങ്ങളും ഒരുമിച്ച് യുദ്ധം ചെയ്യും. മുഴുവൻ ലോകത്തിലും ഉണ്ടാകും. ബോംബ് വീഴും. മനുഷ്യർ അന്യോന്യം യുദ്ധം ചെയ്യും. ലോകർ വിശന്നു മരിക്കും. രക്തച്ചൊരിച്ചിലിന്റെ കളി നടക്കും. പഴയ ലോകത്തിന്റെ വിനാശം അടുത്തെത്തിയിരിക്കുന്നു. ഈ നാടകം പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ ജ്ഞാനസാഗര ബാബ വന്നിരിക്കുന്നു. നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ, പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്യാൻ. എനിക്ക് തിരിച്ച് പരമധാമത്തിലേക്ക് പോകണം. പിന്നെ പുതിയ ലോകം സത്യയുഗത്തിലേക്ക് വരണം. ഇപ്പോൾ നിരന്തരം തിരിച്ചു പോകാനുള്ള തീവ്രമായ ആഗ്രഹമാണ്. നിരന്തരം ഈ സ്മൃതിയിലാണ് എനിക്ക് എൻ്റെ സ്വീറ്റ് ഹോമിലേക്ക് പോകണം. അബ് ഘർ ജാനാ ഹൈ. ഈ സൃഷ്ടി നാടകം പൂർണ്ണമാകുന്നു. പിന്നീട് പുതിയ ചക്രം ആരംഭിക്കും. കലിയുഗത്തിന്റെ അവസാനത്തിന് ശേഷം സത്യയുഗം വരണം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ സ്വയം അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ദേഹബോധം പൂർണ്ണമായും മറക്കുന്നു. ഭാഗ്യത്തെ ഉണർത്താനും തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകാനുമുള്ള ബുദ്ധി ഇപ്പോൾ പഠിക്കുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ അശരീരിയായി മാറൂ. ഞാൻ ഇപ്പോൾ അശരീരിയായി ബാബയോടൊപ്പം വീട്ടിലേക്ക് വരും.
ബാബ പറയുന്നു, പവിത്രമായി എന്നെ മാത്രം ഓർമ്മിക്കൂ, ജീവിച്ചിരിക്കെ മരിക്കൂ. യോഗത്തിലിരിക്കുന്നതിലൂടെ പാപം നശിക്കുന്നു. എല്ലാവരുടെയും ബന്ധം ഒരു ബാബയോടാണ്. ഞാൻ ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ടും കമലപുഷ്പ സമാനമായിരിക്കുന്നു. സേവനം ചെയ്യുന്നവർ ബാപ്പുദാദയുടെ ഹൃദയത്തിൽ കയറിയിരിക്കുന്നു. ഞാനിപ്പോൾ യോഗബലത്തിലൂടെ വിശ്വത്തിന്റെ അധികാരിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. പെരുമാറ്റത്തിലൂടെ ബാബയുടെയും യജ്ഞത്തിന്റെയും പേര് പ്രസിദ്ധമാക്കണം. ബാബയുടെ മാനം നഷ്ടപ്പെടുന്ന ഒരു കർമ്മവും ചെയ്യില്ല. സേവനത്തിലൂടെ ഭാഗ്യമുണ്ടാക്കുന്നു. ബാബയ്ക്ക് സമാനം മംഗളകാരിയാകണം. ആശീർവാദമെടുത്ത് ആദ്യത്തെ നമ്പറിൽ വരണം. കുടുംബത്തിലിരുന്നു കൊണ്ടും കമലപുഷ്പ സമാനമാകുന്നു. ഞാൻ ബാബ നൽകിയ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സദോ പ്രധാന സ്ഥിതിയിൽ കഴിഞ്ഞ് സദാ സുഖശാന്തിയുടെ അനുഭൂതി ചെയ്യുന്ന ഡബിൾ അഹിംസകരാകുന്നു. മഹാനാത്മാവിന്റെ സ്മൃതിയോടെ ഡബിൾ അഹിംസകരാകുന്നു. വാക്കുകളിലൂടെ ആരുടെയും സ്ഥിതിയെ ഉലക്കുന്നില്ല. സദോ പ്രധാന സംസ്കാരങ്ങളെ അടിച്ചമർത്തുന്നില്ല. സത്യത്തിനൊപ്പം അസത്യം കലരുമ്പോൾ സന്തോഷം അപ്രത്യക്ഷമാകുന്നു. ഓം ശാന്തി.